പോവാ. ഏതോ ചക്ക വീണ പോലത്തെ സൗണ്ട് കേട്ടല്ലോ. നീ പിച്ചുമ്പഴേ എന്തിനാ പറയുന്നേ? നിന്റെ തലയിൽ വീണല്ലോ, എന്റെ മേലല്ലേ വീണത്. അയ്യോ ശരി ശരി ശരി, എന്നെ ടെൻഷൻ ആക്കല്ലോ, ഒന്ന് വെറുതെ ഇവിടെ. പെട്ടെന്ന് പണിയെടുക്കടാ. ഹലോ, എത്ര നേരം ചായ കുടിച്ചോണ്ട് നിൽക്കും? ചായ കുടിച്ചൊക്കെ മതി, ആദ്യം പോയി ജോലി ചെയ്യാൻ നോക്ക്. മണ്ണ് ചെതറായിട്ടാ. ഏയ്, എല്ലാരും മണ്ണെടുക്കാൻ നിർത്ത്. ആദ്യം ഇറങ്ങി വരാൻ. ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ എല്ലാവരെയും മറികടന്ന് ഇവിടുന്ന് ഒരു പിടി മണ്ണെടുക്കാൻ പറ്റില്ല. ഓഫീസർ, ആ ലോറിയുടെ കീ എടുക്കും. പോകാൻ എല്ലാവരുടെ കയ്യും ചായ വാങ്ങിക്കും. നോക്കടാ, ഇവനെപ്പോലുള്ള ഓഫീസർമാർ ഇതുപോലെ വരികയും ചെയ്തു പോവുകയും ചെയ്തു. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ സാറിന് നല്ല പോലെ അറിയാം. ഇത് കണ്ടൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പോകാൻ പറടാ. പാടാവിടെ എന്താ പറഞ്ഞ്? എത്ര വലിയവനായാലും ശരി, ഗവൺമെന്റിന് മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങളെപ്പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ പുതിയതായി വന്ന ഓഫീസർ മോഹൻ രാജ് ഇങ്ങോട്ട്. ഓണറിന്റെ പേരെന്താ? നരസിംഹൻ എന്നാ പേര്. അഡ്രസ് പറയും. നമസ്കാരം സാറേ. എന്നെ സാർ അന്വേഷിച്ചു കേട്ടു. ഞാനാണ് നരസിംഹൻ. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. അത് ശരിയാ. സാറിന് എന്താ വേണ്ടച്ച എന്നോട് പറഞ്ഞാ പോരെ, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ അടുത്ത് നടക്കില്ല. എന്തുകൊണ്ട് നടന്നൂടാ? എല്ലാം നടക്കും. നിങ്ങള് മണ്ണെടുക്കരുത് എന്ന് പറയുന്നു, പക്ഷെ ഗവൺമെന്റ് ലേ ഔട്ട് ഇടാന്ന് പറയുന്നു. ഫ്ലാറ്റ് കെട്ടാൻ പെർമിഷൻ തരുന്നു, ബാങ്കുകാര് ലോൺ തരുന്നു. അപ്പോ വീട് കെട്ടുന്നവർ എന്ത് ചെയ്യും സാർ? പാവങ്ങളല്ലേ, അവരുടെ ജോലിയൊക്കെ പകുതിയിൽ അങ്ങനെ നിൽക്കില്ലേ സാർ? സാർ അവരോട് ചോദിക്കൂ, ഞങ്ങളുടെ ജോലി പകുതിയിൽ നിർത്തട്ടേന്ന്. ഇത് നോക്ക്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്നാ സാറിന്റെ ആവശ്യം എന്താണെന്ന് അങ്ങ് പറയൂ. സാറിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടു, പക്ഷേ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ സാറേ. എന്താ? കൈവിട്, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. സാറ് വരുന്നേ, വരാൻ. സാർ ഒരു കാര്യം ചെയ്യൂ, ഒരാഴ്ചക്ക് ഹണിമൂൺ പോയിട്ട് വരൂ. എന്നിട്ട് ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ഈ ചൂടൊക്കെ അങ്ങ് പോവും. എന്തേ, ഞാൻ തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. നിങ്ങൾ പോയി എൻജോയ് ചെയ്യേ. കൈക്കൂലി തരാൻ ശ്രമിക്കുകയാണോ? എനിക്ക് മുമ്പുണ്ടായിരുന്ന ഓഫീസേഴ്സ് നിങ്ങളടുത്ത് എങ്ങനെ പെരുമാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മോഹൻ രാജ് ആർക്കും തലതാഴ്ത്തി കൊടുക്കില്ല. ഞാൻ ചെയ്യുന്ന ജോലി എന്റെ ജീവനെ പോലെ കരുതുന്നു. ഈ മോഹൻ രാജിന് ജീവനുള്ളവരിക്കും ഇവിടുന്ന് ഒരു പിടി മണ്ണ് നിന്നെ എടുക്കാൻ വിടില്ല. നിന്നെ കൊണ്ട് ആവുന്നത് ചെയ്യും. ഈ അന്യായങ്ങളെ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്തതൊക്കെ ഇപ്പൊ നിർത്തിയേക്ക്. ഇതൊക്കെ വലിയ തെറ്റാണ്. ആയിക്കോട്ടെ സർ. നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ കിട്ടിയെങ്കിൽ കുറഞ്ഞ പക്ഷം 30 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും. അത് മനസ്സിൽ വെച്ചോളൂ. ആണോ സർ? ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ ദ റൂൾസ്. യു ഇല്യൂട്ടഡ് ബ്ലഡി ബാസ്റ്റർഡ്. ബാസ്റ്റർഡോ? ഡാ മോനെ, സാറിപ്പ എന്നോട് എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം എന്തടാ? അതിന്റെ അർത്ഥം തന്തയില്ലാത്തവനാണ് സാർ. നീ എന്നോടാണോ കളിക്കാൻ നോക്കുന്നേ? ഞാൻ ആരാന്ന് നീ കരുതിയത്? ഒരു പിടി മണ്ണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ എന്റെ വായക്കകത്ത് മണ്ണിടാൻ നോക്കുകയാണല്ലേ? ഇപ്പൊ നീ തന്നെ മണ്ണിനകത്ത് പോയല്ലോ പൊന്ന ഓഫീസറേ. മുതലാളി, മുതലാളി, ഞാൻ എത്തി. മുതലാളി എവിടെയാണ്? എടാടാ, എന്തിനാടാ ഒച്ച വയ്ക്കുന്നത്? സാർ പൂജ ചെയ്യുന്ന കണ്ടില്ലേ? എന്താ കാര്യം? അയ്യോ, സന്തോഷം കണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വേഗം മുതലാളി വിളിക്കേ. കാര്യം പറയടാ. എന്താടാ, നിനക്ക് കല്യാണം വല്ലതും ഫിക്സ് ആയിട്ടുണ്ടോ? അയ്യോ, അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം, പക്ഷെ ഈ വിഷയം അതല്ല, ഇത് വേറെ.
എന്നാ പിന്നെ എന്താ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പെട്ടെന്ന് എന്നെ മുതലാളി ഇങ്ങോട്ടേക്ക് വിളിക്ക്, എന്നാലേ ഞാൻ പറയൂ. എന്നാ പിന്നെ ഇന്നെന്താ നീ വലിയ സന്തോഷത്തിലാണല്ലോ. രണ്ടുപേരെ ഒന്നിച്ചു നിർത്തിയേ പറയുള്ളൂ എന്ന് പറയുന്നു. എന്താ കാര്യം? മുതലാളി, നിങ്ങളുടെ മോൾ നന്ദിനി വന്നിട്ടുണ്ട്. എന്ത് നോക്കടാ, നീ ആവശ്യമില്ലാതെ കളിക്കല്ലേ. ദാ, നീ പറയുന്നത് സത്യമാണോടാ? ഈ കാര്യം ഞാൻ കള്ളം പറയൂ ചേട്ടാ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നേരിട്ട് വന്ന് നോക്ക്. എന്താ ഇത്? എനിക്ക് അയ്യോ, സംസാരിക്കുന്ന സമയമില്ല, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. വരൂ വരൂ വരൂ. വാ മുതലാളി. മുതലാളി, ഞാൻ മിലിറ്ററി ഹോട്ടലിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയിരുന്നു. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ അതാ നമ്മുടെ നന്ദിനി. അവക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവളെ ഈ ഹോസ്പിറ്റലിലാക്കിയിട്ട് 20 ദിവസമായി. ശരി, എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ടോന്ന് വിചാരിച്ചപ്പോ അവളുടെ മുതുകിൽ നന്ദിയുടെ രൂപത്തിൽ പച്ച കുത്തിയിരുന്നു. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിനുശേഷം മനസ്സിലായത് അത് നന്ദിനിയാന്ന്. അതാ നിങ്ങളോട് വന്ന് പറഞ്ഞേ. അതായത് ഡോക്ടറെ, ഞാനിവിടെ ഒരു പെണ്ണിനെ അഡ്മിറ്റ് ആക്കിയില്ലേ, അവളുടെ അച്ഛനും അമ്മയാ, നാട്ടിലെ പ്രമാണിയാ. നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. ഇതാ ഈ മെഡിസിൻ ഒക്കെ വാങ്ങിട്ട് വരും. ഇതെല്ലാണോ? ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിക്ക്. ഡോക്ടറെ, ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ വേണ്ട, കാണാറാവുമ്പോ ഞാൻ പറയാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറയരുത്, ഞങ്ങൾ കേണ് അപേക്ഷിക്ക. ശരി, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അടുത്തുനിന്ന് കണ്ടിട്ട് വേഗം വന്നേക്കണം. അത് കണ്ടില്ലേ മോളെ? കരയല്ലേ മോളെ, ഒന്നും സംഭവിക്കില്ല, ഇപ്പൊ ശരിയാവും. മോളെ നന്ദിനി, ആരാ വന്നിരിക്കുന്നത് നോക്കും മോളെ. ഇത് കണ്ടില്ലേ, മുതുകില് പച്ച കുത്തി അടയാളം അങ്ങനെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ മോള് തന്നെയാ. നീ എവിടെയായിരുന്നു? എവിടെയാണ് കഷ്ടപ്പെട്ട് ജീവിച്ചത്? ഇപ്പൊ ഈ നിലയിൽ ഞങ്ങൾ കണ്ടല്ലോ. മോളെ നന്ദിനി, കണ്ണു തുറക്ക്, ഞങ്ങൾ നോക്ക്. അടുത്തുനിന്ന് കണ്ടിട്ട് വേഗം പോയിക്കൊള്ളണം ഞാൻ പറഞ്ഞതല്ലേ. പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, പുറത്തേക്ക് അല്ല എന്റെ മോള് അവള്. അത് പിന്നെ ഞങ്ങളുടെ മകളാണ്. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങളുടെ മകൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ പുറത്തേക്ക് പോകൂ. ഡോക്ടർ, എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷപ്പെടുത്തണം ഡോക്ടർ. പണം എത്ര ചെലവായാലും ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. ശരി, വിഷമിക്കാതിരിക്കൂ. എന്തൊക്കെയാണെങ്കിലും ചിന്നതമ്പി കുറച്ച് വട്ടനാണെങ്കിലും മുതലാളിയുടെ മകളെ രക്ഷിച്ചു കൊണ്ടുവന്നത് കണ്ടില്ലേ? നീ എന്തായി പറയുന്നേ? എവിടുന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നത് നിങ്ങളുടെ മകളാന്ന് പറഞ്ഞ ആര് സമ്മതിക്കാനാ? അയ്യോ എന്റെ ചേച്ചി, മുതലാളി ആ പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഞാൻ കണ്ടതാ. ശരിക്കും മുതലാളി എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും വർഷം അവൾ എവിടെയായിരുന്നു? എവിടെ ആയിരുന്നാൽ എന്താ, എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ. എന്ത് പറ്റി മോളെ? നീ എന്തിനാ ഒച്ച എന്നെ ഉടുപ്പിച്ചു വിട്ടത്? ഇതെന്താ ഇത്? അത്രേ ഉള്ളോ? ഞാനാ ഉടുപ്പിച്ചത്. നിങ്ങൾക്ക് ആരാ എന്നെ കൂടെ കൂട്ടിട്ട് വന്നത്? എന്താ മോളിത്? ഞങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നേ നിന്നെ. നിങ്ങളോ? എന്തിനാ? എന്തിനാന്ന് ചോദിച്ചാ അച്ഛനും അമ്മയും മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് തെറ്റാണോ? അച്ഛനോ അമ്മയോ? അതെ. ആരുടെ അച്ഛനും അമ്മയും? ആരാ നിങ്ങൾ? മോളെ, നീ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഞാനിപ്പോ ജീവനോടെ ഇരിക്കണോ അതോ പോയി ചാവണോ? എന്തോ ഒരു തുണി എടുത്ത് എന്റെ ശരീരം മുഴുവൻ ചുറ്റി വെച്ചിരിക്കുക. എന്താ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഒന്ന് അങ്ങോട്ട് ചെല്ലേ. ആ പോ ചെല്ലേ.
മോളെ ഒന്ന് ശരിക്കും ഉടുക്ക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊന്നും ഇഷ്ടമല്ല, എനിക്ക് പാന്റ് ഷർട്ട് വേണം. അയ്യോ, പാന്റ് ഷർട്ടൊക്കെ ആണുങ്ങളല്ലേ മോളെ ഇട. എന്താ മോളെ? എനിക്കതൊന്നും അറിയില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞ വേണം. ശരി, അമ്മ മേടിച്ചു തരാം കേട്ടോ. ഇപ്പൊ തൽക്കാലം ഇത് ഇട്ടേക്കേ, പിന്നീട് നമുക്ക് അതൊക്കെ നോക്കാം. പറയുന്നത് എനിക്ക് കേക്ക്. പിന്നെയല്ല, ഇപ്പോഴാ വേണ്ടത്. വേണ്ട മോളെ, ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ആരെങ്കിലും വന്ന് കണ്ട എന്തൊരു നാണക്കേടായിരിക്കും. എന്റെ മോള് നിക്ക്, ഞാൻ ഇപ്പൊ വാങ്ങിച്ചരാം. കേശവാ, ഒന്ന് കടയ്ക്ക് പോണം വാ. മോളെ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വന്നിട്ട്